हरे कृष्णा। जय राधा माधव, जय कुंज बिहारी। जय राधा माधव, जय बिहारी। जय गोपी वल्लभा, जय गिरिवरधारी। जय गिरिवरधारी। यशोदनन्दन व्रज जन रञ्जन, यशोदनन्दन व्रज जन रञ्जन, यशोदनन्दन व्रज जन तीरावनचारि, यमुना तीरावनचारि। जय राधा माधव, जय कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। जय कृष्ण बलराम, जय कृष्ण बलराम, जय कृष्ण बलराम, जय कृष्ण बलराम। जय वृंदावन धाम, जय वृंदावन धाम, जय वृंदावन धाम, जय वृंदावन धाम। जय जय प्रभुपाद प्रभुपाद प्रभुपाद, जय जय प्रभुपाद। जय जय गुरुदेव गुरुदेव गुरुदेव, जय जय गुरुदेव। ഹരേ കൃഷ്ണ. അപ്പോ നമ്മള് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് എന്താണ് ഭാഗവതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ഭാഗവതത്തിന്റെ മഹാത്മ്യവും ഭാഗവതം എങ്ങനെ കേൾക്കണം കേൾക്കണ്ട എന്നൊക്കെ ഉള്ളത് പഠിച്ചു. ഭാഗവതം നമ്മൾ എങ്ങനെ 2 തരത്തില് കേൾക്കണം. ആരെ പോലെ അരയന്നത്തിനെ പോലെയും പിന്നെ വേഴാമ്പലിനെ പോലെയും കേൾക്കണം. ആരെ പോലെ കേൾക്കരുതെന്ന് വെച്ചാല് കൊതുകിനെയും കാക്കിനെയും പോലെ കേൾക്കരുത്. അതും പറഞ്ഞ് പിന്നെ വൃന്ദാവനത്തില് ഭഗവാൻ ചെയ്ത ലീലകള് അതെല്ലാം പറഞ്ഞായിരുന്നു. അപ്പോഴ് ഈ ആഴ്ചയിൽ നമ്മള് ഭാഗവതത്തിന്റെ ആ സപ്താഹം തുടങ്ങി വെക്കാൻ പോവാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോन् വൈഷ്ണവാംശ്ച श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे।
हे कृष्ण करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. ഇപ്പൊ ഭാഗവതം എന്ന് വെച്ചാല് പരീക്ഷിത്ത് മഹാരാജാവിന്റെയും ശുഗ മഹർഷിയുടെയും സംവാദത്തിനാണ് ഭാഗവതത്തിൽ കൊടുത്തേക്കുന്നത്. അപ്പോഴ് ഈ മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ആ പേര് കിട്ടി എന്നുള്ളത് നോക്കാം. അപ്പം എന്താണ് പരീക്ഷിത്ത് മഹാരാജന്റെ അമ്മയായ ഉത്തരയുടെ വയറ്റില് ആ കൊച്ചു കുട്ടിയായിട്ടിരുന്ന സമയത്ത് എന്താണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയക്കും. ഈ ഈ കൊച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയക്കും. അപ്പൊ ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അത് കോടി സൂര്യന്റെ പ്രഭയുള്ള ഇതാണ് ബ്രഹ്മാസ്ത്രം. എന്ന് വെച്ചാല് 1000 സൂര്യന്റെ വെട്ടവും അതുപോലെ തന്നെ ചൂട് എല്ലാം ഉള്ളതാണ് ഈ ബ്രഹ്മാസ്ത്രം. അപ്പൊ അത്രയ്ക്ക് പവർ ഉള്ളതാണ്. അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ തന്നെ ഒരു സൂര്യനുണ്ട്. ആ സൂര്യനിൽ കുറച്ച് ചൂട് കൂടിക്കഴിഞ്ഞാല് നമുക്ക് ജയം ചൂടാവും, പിന്നെ ചിലപ്പോ രോഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ആ ബ്രഹ്മാസ്ത്രം വരുന്ന സമയത്ത് അർജുനനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അഭിമന്യു ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം അയക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, തിരിച്ചെടുക്കാൻ അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ ബ്രഹ്മാസ്ത്രം ആ കൊച്ചിനെ ലക്ഷ്യം വെച്ച് വരുമ്പത്തേന് എല്ലാരും നിസ്സായാവസ്ഥയിൽ ഇരിക്കുമ്പം ഉത്തരയാണെങ്കിൽ കൈ ഉയർത്തി ഭഗവാനെ വിളിക്കും. ഭഗവാനെ വിളിക്കുമ്പോ ഭഗവാൻ ഭക്തന്മാരെ വിളിച്ചില്ല. അപ്പൊ പെട്ടെന്ന് വന്ന് ഈ ചെറുവിരലിന്റെ അത്രയും ചെറുതായിട്ട് ഉത്തരയുടെ വയറ്റില് പോയി ആ കൊച്ചിനെ രക്ഷിക്കും. അപ്പം ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് തടുക്കും. ആ കൊച്ചു കുട്ടി നോക്കാൻ നേരത്ത് ഭഗവാൻ നല്ല താമരതള് പോലത്തെ കണ്ണ്, നല്ല ചുരുണ്ടടക്കുന്ന മുടി, കാതില് മകരകുണ്ടലങ്ങള്, വിൽവപ്പഴം പോലത്തെ ചുണ്ട്, ശംഖ് പോലത്തെ കഴുത്ത്, താമര ഇതള് പോലെ ഇരിക്കുന്ന ഭഗവാന്റെ പാദങ്ങൾ എല്ലാം ഇങ്ങനെ കാണും. അപ്പോഴ് കൊച്ചിനെ ഇഷ്ടപ്പെടും, നല്ല ഭംഗിയല്ലേ ഭഗവാനെ കാണാൻ. അപ്പം ഭഗവാൻ ഇങ്ങനെ വന്ന് രക്ഷിക്കും. അപ്പൊ അത് കഴിഞ്ഞ് ആ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുട്ടി ജനിച്ച അപ്പം മുതൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും. എന്ന് വെച്ചാൽ ആ വയറ്റിനുള്ളിൽ കണ്ട ആള് ഇദ്ദേഹമാണോ എന്ന് വെച്ചാൽ വഴി പോകുന്നവരെ എല്ലാം പിടിച്ചു നോക്കും. ഈ ആളാണോ ആ വയറ്റിൽ വെച്ച് കണ്ടതെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ എല്ലാരെയും ഇങ്ങനെ അന്വേഷിക്കുന്നോണ്ടാണ് ആ കുട്ടിക്ക് പരീക്ഷിത്ത് എന്ന് പേര് കിട്ടാൻ കാരണം. ഈ പരീക്ഷിത്ത് എന്ന പേര് കിട്ടി. നമ്മള് ഈ ഭാഗവതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശുഗ മഹർഷിയാണല്ലോ പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിക്കുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ശുഗ മഹർഷിയാണെങ്കിൽ ബ്രാഹ്മണനാണോ? അല്ല. ഈ നമ്മള് ഈ അറിവ് പകർന്നു കൊടുക്കുന്ന മിക്ക ആൾക്കാരും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരെ അല്ല, എല്ലാരും ശൂദ്രകുലത്തിലുള്ളവരാണ്. അപ്പൊ അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് പരാശര മുനിക്കും ഒരു മുക്കുവ സ്ത്രീക്കും ഉണ്ടായതാണ് വ്യാസമുനി. അപ്പൊ ഈ വ്യാസമുനിക്കും ഒരു കാട്ടാള സ്ത്രീക്കും ഉണ്ടായതാണ് ശുഗ മഹർഷി. അതുപോലെ തന്നെ രാമായണം എഴുതിയ വാൽമീകിയും ഒരു കാട്ടാളനാണ്, ബ്രാഹ്മണ കുലത്തിലുള്ളതല്ല. അപ്പൊ ഇതുപോലുള്ള മഹത് വ്യക്തികളെല്ലാം ശൂദ്രകുലത്തിൽ പെട്ടവരാണ്. പിന്നീടാണ് അവർ ആ ബ്രാഹ്മണ കുലത്തിലോട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ 4 കുലയെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് ഭഗവത്ഗീതയില് പറയുന്നുണ്ട്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമ വിദ്യ കർത്താരമവ്യയം. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാല്
ഭഗവാൻ എന്താണ് 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അപ്പൊ അത് നമ്മളെ ഗുണവും കർമ്മവും അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് കുലത്തിൽ വേണമെന്ന് എന്താ നിരൂപിക്കുന്നത്. അപ്പോഴ് ജനിക്കുമ്പോ എല്ലാരും ശൂദ്രരാണ്. പിന്നെ കർമ്മം കൊണ്ടിട്ടാണ് എല്ലാരും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും എല്ലാം ആവുന്നത്. അപ്പൊ അതിനും ഒരു ശ്ലോകം പറയുന്നുണ്ട്. ജന്മനാ ജായതേ ശൂദ്ര സംസ്കാരേത് ഭവേ ദ്വിജ വേദ പഠന്തി തദ്വിപ്ര ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ. അപ്പൊ അതില് പറയുന്നത് വെച്ചാല് ജന്മനാ ജായതേ ശൂദ്ര എന്ന് വെച്ചാൽ ജനിക്കുമ്പോ എല്ലാരും ശൂദ്രന്മാരായിട്ടാണ് ജനിക്കുന്നത്. സംസ്കാരേത് ഭവേ ദ്വിജ എന്ന് വെച്ചാല് സംസ്കാര സമ്പന്നൻ, അതായത് നമ്മള് ഇന്നതാണ് സംസ്കാരം എന്ന ആ ഒരു എന്താണ് തിരിച്ചറിവ് വരുന്ന സമയത്ത് അത് അയാള് 2ാം ജന്മം എടുക്കുന്നു. വേദ പഠന്തി തദ്വിപ്ര, വേദത്തിനെ കുറിച്ച് പഠിക്കുമ്പോ അവൻ വിപ്രനാകും. ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ എന്ന് വെച്ചാല് എന്താ ഭഗവാന് ദൈവത്തിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എപ്പോഴാണോ അറിയുന്നത് അപ്പോഴാണ് ഒരാള് ബ്രാഹ്മണനാവുന്നത്. ഇപ്പൊ എന്താ നമ്മൾക്ക് പറയണമെങ്കിൽ എല്ലാ ഡോക്ടറിന്റെ മക്കളും ഡോക്ടർ ആവണമെന്നില്ല, പിന്നെ പോലീസുകാരനാവണമെന്നില്ല. അതേപോലെ തന്നെയാണ് ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനാവണമെന്നില്ല. ഇപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് എന്താ ബ്രാഹ്മണൻ ചെയ്യാത്ത കാര്യങ്ങൾ, ബ്രാഹ്മണന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ബ്രാഹ്മണ കുലത്തിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉദാഹരണത്തിന് എന്താ ഈ മഹാഭാരതത്തിൽ തന്നെ ഉണ്ട്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു. അതായത് അശ്വത്ഥാമാവ്, ദ്രോണാചാര്യം നല്ലൊരു ബ്രാഹ്മണനായിരുന്നു. പക്ഷെ അശ്വത്ഥാമ ആണെങ്കിൽ ബ്രാഹ്മണന് പറ്റിയ ഒന്നും അല്ല ചെയ്തത്. എന്താ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ദ്രൗപദിയുടെ 5 കുട്ടികളെ എന്താ തീയിട്ട് കൊല്ലുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ പരീക്ഷിത്ത് മഹാരാജനെ വഹിച്ചിരിക്കാനത്തെ ബ്രഹ്മാസ്ത്രം അയച്ചിരിക്കും. അപ്പൊ ഇതൊന്നും ഒരു ബ്രാഹ്മണന് പറ്റിയതല്ല. അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ കർമ്മം ചെയ്യുന്ന എങ്ങനെയാണോ ആ രീതിയിലാണ് ബ്രാഹ്മണനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതില് ഇത് പറയുകയാണെങ്കിൽ നമ്മള് ഉടുപ്പിയിലെ കഥ പറയാം. ഉടുപ്പിയില് എന്താണ് ഒരു ഭക്തനുണ്ടായിരുന്നു. എന്നുവെച്ചാ ഒരു താഴ്ന്ന കുലത്തിൽപ്പെട്ട ഒരു ആട്ടിടനായിട്ടുള്ള ഒരു ഭക്തൻ. ആ ഭക്തന്റെ പേരാണ് കനകദാസ്. അപ്പം ഈ നമ്മൾ ആ ഉടുപ്പി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ തന്നെ എന്താ നമുക്ക് എല്ലാ അമ്പലത്തിലും നമ്മൾ കാണുമ്പോൾ കിഴക്ക് വശത്തു നിന്നാണ് ഭഗവാന് ദർശനം എടുക്കുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ച് പടിഞ്ഞാറ് വശത്തു നിന്നേ എടുക്കാൻ പറ്റുള്ളൂ. അത് എന്താ വെച്ചാൽ ഒരു ജനലിന്റെ ഒരു അത്ര വലുപ്പമുള്ളതിൽ കൂടെ എന്താ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അത് ഈ കനകദാസന് വേണ്ടി ഭഗവാൻ മാറ്റിയതാണ്. അതെന്താന്ന് വെച്ചാല് എന്താ കനകദാസൻ താഴ്ന്ന കുലത്തിൽ ജനിച്ചേരി. അപ്പൊ പണ്ടെന്ന് വെച്ചാല് ഈ ഭാരതത്തില് എന്താ ജാതി മത വ്യവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് ഈ താഴ്ന്ന കുലത്തിൽ പെട്ടവരെ അമ്പലത്തിനുള്ളിൽ കയറ്റത്തില്ല. അപ്പോഴേ എന്ത് ചെയ്യും, ഈ കനകദാസനാണെങ്കിൽ ആ ഭഗവാന് ഒരേ ഒരു വട്ടം ഒരു നോക്കൊന്ന് കണ്ടാൽ മതി എന്നും ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ അമ്പലത്തിന്റെ അടുത്ത് പോവും, അവര് താഴ്ന്ന കുലത്തിലായോണ്ട് അവര് കയറ്റി വിടൂല, അങ്ങനെ തിരിച്ചു വരും. അപ്പോഴ് ഒരു ദിവസം ആണെങ്കിൽ എന്താ ഒരു നല്ല ഉത്സവ സമയത്ത് നല്ല തിരക്കുള്ള സമയം. അപ്പോഴ് ഈ കനകദാസൻ വിചാരിച്ചു, ഇന്ന് തിരക്കല്ലേ, ഭഗവാനെ എനിക്കൊന്ന് കാണാൻ പറ്റുമല്ലോ, ഒരു നോക്കെങ്കിലും കാണാൻ പറ്റുമല്ലോ, എല്ലാരും തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് കാണാൻ പറ്റുന്നേ എന്നും പറഞ്ഞ് ആഗ്രഹിച്ച് ആ തിരക്കിന്റെ ഇടയിൽ കൂടെ എന്താ ഭഗവാനെ കാണാൻ പോകും. അപ്പൊ പോകുന്ന സമയത്ത് ഇതാ അടക്കും ഒരു 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 ഒരാള് കണ്ട് അയാളെ കണ്ട് നോക്കാൻ നേരത്ത് ഇയാളിങ്ങനെ പറയും, ദോ ഒരു ശൂദ്രകുലത്തിൽ പെട്ടതായ ഇവൻ കേറി വന്നെന്നും പറഞ്ഞു. അപ്പോഴത്തേനും അവിടുന്ന് ഇവിടുന്ന് എല്ലാം കമ്പെടുത്തോണ്ട് വന്നിട്ട് കനകദാസനെ അടിക്കുമ്പോഴ് അടിക്കുക, ആ വേദന കൊണ്ട് കനകദാസൻ കരയും. അപ്പോഴ് ഇവരെ അടിച്ച് എന്നിട്ട് ഈ അമ്പലത്തിന്റെ പുറകിൽ ഒരു മതിലുണ്ട്, മതിലിന്റെ പുറകിൽ ഒരു തൂണിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കനകദാസനെ കെട്ടിയിടുമ്പോഴത്തേന് കനകദാസൻ അവിടെ ഇരുന്നുകൊണ്ട് പാടുന്ന പാട്ടാണ് കൃഷ്ണ നീ വേഗനേ വാരോ എന്നൊരു ആ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ പാട്ട് കനകദാസൻ പാടിയതാണ്. അപ്പൊ ഇങ്ങനെ ഭഗവാനെ ആലോചിച്ചിട്ട്, ഭഗവാനെ ഞാൻ നിന്നെ ഒരു നോക്ക് കാണാനായിട്ട് കയറി വന്നതാണോ ഞാൻ ചെയ്ത വലിയ തെറ്റ്, അതിനാണ് എനിക്ക് ശിക്ഷ എന്നും പറഞ്ഞിട്ട് കനകദാസൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും. പറയുമ്പോ ഭഗവാൻ എന്ത് ചെയ്യും, ഭഗവാനും ഭക്തിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇതെന്ത് ചെയ്യും, പെട്ടെന്ന് ആ അമ്പലത്തിന്റെ കിഴക്ക് വശത്തെ വാതില് താനെ അങ്ങ് അടയും. എന്നിട്ട് ഈ കനകദാസൻ ഇരിക്കുന്ന ആ മതില് പൊട്ടി
ഭഗവാൻ അന്നത്തെ ദിവസം കനകദാസന് മാത്രം ദർശനം കൊടുക്കും. അപ്പൊ എന്ന് വെച്ചാല് ഇത്രയും വാസ്തു എല്ലാം നോക്കി എല്ലാ സ്ഥാനം എല്ലാം നോക്കിയിട്ടാണ് അമ്പലം വെച്ചത്, അതുപോലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. പക്ഷെ ആ ഒരു ഭക്തന്റെ ഭക്തിക്ക് മുമ്പിൽ ഭഗവാൻ ഇതെല്ലാം മാറ്റി. അതാണ് ഭക്തന്മാരുടെ പ്രത്യേകത. ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡിയാണ്. ഭഗവാൻ ഭക്തിയുടെ മുമ്പിൽ തോറ്റുവോ എന്നാണ് പറയുന്നത്. അപ്പഴ് എന്താ അഹം ഭക്ത പരാധീന, ഭക്തന്റെ മുമ്പിൽ തോറ്റു കൊടുക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് പറയുന്നത് കുബ്ജയുടെ സ്റ്റോറി. അതെന്താണ്, ഭഗവാന് അല്ലെ ദാസിയായിട്ടുള്ള ആ കുബ്ജ വന്നിട്ട് ഒരു ചന്ദന കിണ്ണത്തില് ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കും. ഭഗവാന് അത് ആ ഭക്തി മാത്രം നോക്കുക. അവർ ഇന്ന കുലത്തിലാണ്, ഇന്ന ജാതിയാണ്, അങ്ങനൊന്നും ഭഗവാൻ നോക്കുന്നില്ല. ഭഗവാന്റെ മുമ്പിൽ ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. ഭഗവാന്റെ മുമ്പിൽ ഭക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഭഗവാനും ഇഷ്ടപ്പെടും. അപ്പൊ അതിന് ഉദാഹരണം നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, പൂന്താനത്തിന്റെ സ്റ്റോറി. അപ്പം എന്ന് വെച്ചാൽ പൂന്താനം ഇങ്ങനെ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ദർശനം എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഭഗവാന്റെ അടുത്ത് പറയാം, ഭഗവാനെ ഇതാണ് ഞാൻ വരുന്ന ലാസ്റ്റ് ദിവസം. കാരണം എനിക്ക് ഒന്നാമത് ഞാൻ വയസ്സായിട്ട് വരുവാണ്, എന്റെ വയസ്സ് എന്നെ അനുവദിക്കത്തില്ല. കാരണം ഇത്ര അവിടെ പൂന്താനത്തിന്റെ സ്ഥലമായ അങ്ങാടിപ്പുറത്ത് നിന്നിട്ട് ഇനി വരെ വരാൻ, ഗുരുവായൂർ വരെ വരാൻ അത്രയ്ക്ക് പാടാണ്, എനിക്കിനി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പൂന്താനം പറയും. പിന്നെ അത് മാത്രമല്ല, പൂന്താനം എഴുതുന്നത് ഫുള്ളും മലയാളത്തിലായതുകൊണ്ട്, എന്ന് വെച്ചാൽ ഭഗവാന്റെ കൃതികളെല്ലാം എഴുതുന്നത് മലയാളത്തിലാണ്. അപ്പോഴീ സംസ്കൃതത്തിൽ എഴുതുന്ന ഈ രചയിതാക്കളെല്ലാം പൂന്താനത്തിനെ കാണുമ്പോൾ ഒരുമാതിരി പുച്ഛം, അങ്ങനെ ഒരു ഇതിലായിരുന്നു പൂന്താനത്തിനെ കാണുന്നത്. അപ്പോഴ് ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് പറയാം, ഭഗവാനെ ഇതാണ് ഞാൻ വരുന്ന ലാസ്റ്റ് ദിവസം. ഒന്നാമത് എനിക്ക് വയ്യ, വൃദ്ധനായി. പിന്നെ അത് മാത്രല്ല, എന്നെ ഇവരെല്ലാം ഇങ്ങനെ ഇട്ട് കളിയാക്കുന്ന, അതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യ. ഇനി എന്നാ കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയും. അപ്പോഴത്തേന് കാളവണ്ടിയിലല്ലേ പോണെ, കാളവണ്ടിന്ന് ഒരാളിങ്ങനെ വിളിച്ച് പറയും, പൂന്താനം നീ പേടിക്കണ്ട, ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനും പൂന്താനത്തിന്റെ കൂടെ ഇറങ്ങിയത്. ഇപ്പോഴും പൂന്താനത്തിന്റെ ആ ഇല്ലത്ത് പോയി കഴിഞ്ഞാല് ആ പൂന്താനത്തിന്റെ ഇല്ലത്തിന്റെ മുമ്പില് ഒരു കൃഷ്ണന്റെ അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ടില്ല, ഞാൻ കേട്ടത്. അപ്പം ഇങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഭഗവാന് ആ ഭക്തിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. അപ്പഴീ നമ്മള് ഭക്തന്മാരാണെങ്കിൽ ഒരു മനസ്സിലെല്ലാം ഒരേപോലെ വെച്ചിട്ട് എപ്പോഴും ഒരേപോലെ പെരുമാറുന്നവരാണ് ഭക്തന്മാര്. അപ്പൊ ഇതില് നമ്മള് ഈ അസുരനും ദേവനെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും 4 യുഗത്തിലും പ്രത്യേകത വ്യത്യസ്ത തര രീതികളിലാണ് ദേവനും അസുരനും ഉണ്ടായത്. അപ്പൊ ഇതില് സത്യുഗത്തില് പറയുകയാണെങ്കിൽ, സത്യുഗത്തില് 2 ഗ്രഹങ്ങൾ തമ്മിലായിരുന്നു. അതായത് ദേവലോകം, നരകലോകം എന്ന് വെച്ചാൽ സ്വർഗവും നരകം, അങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ത്രേതായുഗത്തില് 2 രാജ്യങ്ങൾ തമ്മിൽ, അതായത് അയോധ്യയും ശ്രീലങ്കയും. അയോധ്യയിലാണ് നന്മ ഉണ്ടായിരുന്നത്, കാരണം രാമൻ അവിടെ ഉണ്ട്, നന്മ അവിടെ. പിന്നെ ശ്രീലങ്കയില് തിന്മ, അതായത് രാവണന്റെ കൂടെ. പിന്നെ ഉള്ളത് ദ്വാപരയുഗം. ദ്വാപരയുഗത്തില് 2 കുടുംബങ്ങളായിരുന്നു, അതായത് പാണ്ഡവരും കൗരവരും. പിന്നെ വന്നപ്പോ കലിയുഗത്തിൽ വന്നപ്പോ ഇത്തിരി വ്യത്യാസം എന്ന് വെച്ചാല് രണ്ടുപേരും ഒരാളിലുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രാവിലെ ഇപ്പൊ ഒരാള് അമ്പലത്തിൽ നല്ല കുറിയും തൊട്ട്, ഭക്തന്മാരെ കുറിച്ചല്ല, അല്ലാതെ രാവിലെ തന്നെ കുറിയും തൊട്ട് എല്ലാ അമ്പലത്തിലും പോയി പച്ച, ചുവപ്പ്, നീല എല്ലാ കളറിലെ കുറിയും നെറ്റിയിൽ ഇട്ട് വരും. രാവിലെ ഹായ് ഹായ് എന്ന് പറഞ്ഞ് ചിരിച്ച് സംസാരിക്കും. പിന്നെ വൈകിട്ട് നോക്കിക്കഴിഞ്ഞാല്, വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വരുമ്പോ ബാറിൽ കയറി 4 കാലിൽ വരും. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ രാവിലെ ദേവനായിട്ടിരിക്കും, രാത്രി വരുമ്പോ അസുരനായിട്ട് വരും. അപ്പൊ ഇങ്ങനെ നമ്മളാവാൻ പാടില്ല. നമ്മൾ ഭക്തന്മാരാകുമ്പോ എപ്പോഴും മനസ്സ് ഒരേപോലെ വെച്ച് എല്ലായിടത്തും ഒരേപോലെ പെരുമാറണം. എല്ലാരെയും ഒരേപോലെ കാണണം. അപ്പൊ അതിനെയാണ് പറയുന്നത്.
എന്നുവെച്ചാ എന്താണ് എപ്പോഴും ഒരേപോലെ ഭഗവാന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ മാത്രം കേൾക്കുക, അങ്ങനെയുള്ളതാണ് പറയുന്നത്. പിന്നെ അതില് എന്തോ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു സ്റ്റോറി ഉണ്ട്. അതിലെന്ന് വെച്ചാല് ഒരു മരണ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ എന്താ മരണ വീട്, അപ്പൊ ഈ മരിച്ച ആളുടെ ബന്ധുക്കളെല്ലാം കൂടെ ഇങ്ങനെ പറയും, അയ്യോ ഇനി എനിക്ക് ഇയാളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലേ, എനിക്ക് ഇയാളായിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കും. അപ്പോഴത്തേനും എന്താ അടുത്തൂടെ ഒരു സന്യാസി വരുമ്പോ, അപ്പൊ ഈ സന്യാസി ആണെങ്കിൽ ഈ വീട്ടിൽ കയറും. വീട്ടിൽ കയറിയിട്ട് നോക്കാൻ നേരത്ത് എന്തുവാ എല്ലാരും ഇങ്ങനെ കരഞ്ഞു പറയുന്നു. അപ്പം എന്തോ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു, അയ്യോ ഇയാളില്ലാതെ എനിക്ക് പറ്റത്തില്ല, ഇയാൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയും. അപ്പഴത്തേന് സന്യാസി എന്ത് ചെയ്യും, ഇങ്ങനെ പറയും, എന്നാ ഞാൻ ഒരു കാര്യം അല്ല, ജനിച്ചാ മരണം ഉറപ്പാണ്. അപ്പം അഥവാ മരിച്ചില്ലെങ്കിലേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ കരയേണ്ടത്. കാരണം എന്താണ്, ജനിച്ച ഒരിക്കലും മരണം ഉണ്ടെന്ന് അതൊരു നിശ്ചയമാണ്. പക്ഷെ മരിച്ചില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കാനുള്ളത്. കാരണം ജനസംഖ്യ കൂടും, പിന്നെ വീട്ടിൽ എപ്പോഴും അടിയായിരിക്കും. അതുകൊണ്ട് മരിച്ചില്ലെങ്കിലാണ് നമ്മൾ അതിശയിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സന്യാസിമാരും പറയും. പക്ഷെ അപ്പോഴത്തേന് ഇവര് അടങ്ങുന്നില്ല, ഇവര് കരഞ്ഞ് കരഞ്ഞ് എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് സന്യാസിനാണെങ്കിൽ ഇങ്ങനെ പറയും, എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇയാൾക്ക് ജീവൻ കൊടുക്കാം എന്നാണ്. അപ്പൊ ആ ശരി ഓക്കെ, അപ്പൊ സന്തോഷം വന്നു. അവര് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ കേട്ടപ്പോഴത്തേനും അവരെ സന്തോഷം ഇല്ലാതെ പോയി. എന്ന് വെച്ചാല് എന്താ, സന്യാസിനും പറയും ഞാൻ ജീവൻ കൊടുക്കാം, പക്ഷെ എന്താണ് നിങ്ങളിൽ ഒരാള് അയാളുടെ പകരത്തിന് അവിടെ കിടക്കണം എന്ന് പറഞ്ഞു. അപ്പഴത്തേന് നമ്മളാൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ആ ഇനിയിപ്പൊ ദൈവത്തിന്റെ വിധി അതാണെങ്കിൽ നടക്കട്ടെ, ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവര് പറയും. അതാണ് മനുഷ്യര്. അപ്പം എന്ന് വെച്ചാ ഈ ഈ നേരത്തെ കരഞ്ഞോണ്ടിരുന്ന ആള് പെട്ടെന്ന് അങ്ങ് മാറി. അപ്പൊ അതുപോലാണ് മനുഷ്യരെല്ലാരും. അപ്പം എന്താ ഇതുപോലെ മാറാത്ത വ്യക്തികൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ആരെ പറയാം, ശങ്കരാചാര്യര്, മധ്വാചാര്യര്, അങ്ങനെയുള്ള ആചാര്യം, വലിയ വലിയ ആചാര്യന്മാരെല്ലാം ഇതുപോലെയാണ്, എപ്പോഴും ഒരേപോലെ ഇരിക്കും. എന്നുവെച്ചാൽ അവർക്ക് മാറ്റമില്ല. അവര് എല്ലാരെ കാണും, ഇപ്പം ഒരു ശത്രുവിനെ കണ്ടാലും ഒരു മിത്രത്തിനെ കണ്ടാലും എല്ലാരെ കണ്ടാലും എന്താ ഒരേപോലെ ചിരിച്ച് അങ്ങനെ എന്താണ് എല്ലാരെയും ഒരേപോലെ കാണുന്ന ഒരു ആള്. അതാണ് വലിയ വലിയ ആചാര്യന്മാര്. അപ്പൊ അതുപോലെ ഒരാളായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവും ശുഗ മഹർഷി. അപ്പം ഇവരെ തുടക്കം അല്ല, ഇവര് സംസാരിക്കുന്ന ആ ഒരു സംവാദം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ഹരേ കൃഷ്ണ.